ആദ്യം കെ വി സുമേഷ് MLA-യിലേക്ക്. സുമേഷ്, ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറയുന്ന സാഹചര്യം ഇത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറിയിട്ടുമുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണമാണ് ഈ വിധം SFIയെ ക്യാമ്പസുകളിൽ പലയിടത്തും പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന എന്ന നിലയിൽ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഒരുപറ്റം മാധ്യമങ്ങൾക്കും അവതരിപ്പിക്കാൻ അവസരമൊരുങ്ങുന്നത്. രാഷ്ട്രീയ സംരക്ഷണം മുഖ്യമന്ത്രി നൽകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വിമർശനമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം ഊന്നൽ നൽകിയത് അതിലാണ്. അതിലൂടെ മുഖ്യമന്ത്രിയെ തന്നെ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ശരത്ത്, ഇത് ആസൂത്രിതമായ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും പ്രതിഭാസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ്. കേരളത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിലും ഇന്ന് രാജ്യത്തും ലോകത്തുമെല്ലാം നമ്മുടെ നാടിൻ്റെ വികസനം, അതിൻ്റെ വളർച്ച, പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം കേരളത്തെ സമർത്ഥമായി മുന്നോട്ട് നയിച്ച ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തെ ഡിമോറലൈസ് ചെയ്യുക, ആദ്യം മുതലേ ആരംഭിച്ചിരിക്കുന്ന ഈ രണ്ടാം പിണറായി സർക്കാർ വന്നത് മുതൽ UDFൻ്റെ രാഷ്ട്രീയ നേതൃത്വവും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യതാണ്. ഇപ്പോൾ കനകലു അതിൻ്റെ ഒരു പ്രധാന പ്രചരണ ചുമതല ഏറ്റെടുത്ത് മുതൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? വളരെ ആസൂത്രിതമായിരിക്കുന്നു. 10,000-ലേറെ ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതിലൂടെയെല്ലാം മുഖ്യമന്ത്രിയെ കോർണർ ചെയ്യുക. LDF ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ കേരള ചരിത്രത്തിലെ ഒരു തുടർ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ശ്രീ പിണറായി വിജയനെ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്രമിക്കുക, മോശമായി ചിത്രീകരിക്കുക എന്ന പ്രചരണത്തിൻ്റെ കൂടി ഭാഗമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. മുഖ്യമന്ത്രി വളരെ കൃത്യമായും വ്യക്തതയോടും കൂടി നിയമസഭയിൽ പറയേണ്ടായി, തെറ്റായ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ ന്യായീകരിക്കുക എന്നത് CPIM-ൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ SFIയുടെയോ നിലപാടല്ല. ഇപ്പോൾ SFIക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യവട്ടം ക്യാമ്പസ് ശ്രീ ശരത്തിനും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SFI നല്ലതുപോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥി നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ്. ഇപ്പോൾ സമീപകാലത്ത് എടുത്തിരിക്കുന്ന ഒരു ലൈൻ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നത് പ്രകോപിപ്പിക്കുക, ക്യാമ്പസുകളെ പ്രകോപിപ്പിക്കുക, ആ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആ പ്രശ്നങ്ങളിലൂടെ SFIയെ കേരളത്തിലെ ദേവപാലൻ മുതൽ ധീരജ് വരെ ധീരരായ രക്തസാക്ഷിത്വം വരിച്ച വിദ്യാർത്ഥി നേതാക്കന്മാരുടെ സംഘടനയായിട്ടുള്ള SFIയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി കേരളത്തിൽ UDFും കോൺഗ്രസും KSUം യൂത്ത് കോൺഗ്രസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യവട്ടത്തിൻ്റെ വസ്തുത തന്നെ ഇന്ന് നിയമസഭയെ പറയണ്ടായി. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. SFI KSU ഒരു കാലത്ത് കേരളത്തിലെ കലാലയങ്ങളുടെ അപ്രമാദിത്വമുണ്ടായിരുന്നുള്ള ഒരു സംഘടനയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് KSU ദുർബലമായത്? KSU നടത്തിയ അങ്ങേയറ്റം തെറ്റായ തോന്നിവാസങ്ങളുടെയും ശരിയല്ലാത്ത രീതികളുടെയും ഭാഗമായിട്ടാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് SFI ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത്. SFI ഒരിക്കലും തെറ്റായ ഏതെങ്കിലും ഒരു കാര്യത്തെ സംരക്ഷിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാം SFIയുടെ ഭാരവാഹികളായിട്ട് പ്രവർത്തിച്ചവരാണ്. ഏതെങ്കിലും ഒരു വലിയ സംഘടനയുടെ ഭാഗമായിട്ട് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇടിമുറി കൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് SFI എന്നെല്ലാമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത, ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത പ്രയോഗങ്ങളാണ് SFIക്ക് നേരെ ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന നിലയുണ്ടായത്. ഇടിമുറി കൊണ്ട് വളർന്ന പ്രസ്ഥാനമാണോ SFI? കേരളത്തിൽ SFIയെ പോലൊരു വിദ്യാർത്ഥി സംഘടന ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും സമ്പന്നമായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഇടപെടലുകൾ, അത് കേരളീയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവന നിസാരമാണോ? കാര്യവട്ടം ക്യാമ്പസിൽ 121 നമ്പർ അങ്ങനെ ഒരു ഇടിമുറി ഉണ്ടോ? ഇന്നലെ രാത്രി അവിടെ സംഭവിച്ചത് എന്താണ്? ഔട്ട്സൈഡറായ ഒരു റോബിൻസൺ എന്ന് പറയുന്ന ഒരാൾ ആ ക്യാമ്പസിലേക്ക് പോകുന്നു. അവിടെ സെക്യൂരിറ്റിക്കാരുമായിട്ട് തർക്കത്തിലേർപ്പെടുന്നു. SFI യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവിടെ വരുന്നു. അവരതിനെ ചോദ്യം ചെയ്ത് ഓടി അദ്ദേഹം ഒരു റൂമിലേക്ക്, അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് റെനി ഉൾപ്പെടെയുള്ള ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു റൂമിലേക്ക് ഓടിക്കയറുന്നു. അവിടെ സ്വാഭാവികമായിട്ട് പോലീസ് ഉൾപ്പെടെ വരുന്നു. SFI യൂണിറ്റ് നേതാക്കന്മാരെ മർദ്ദിക്കുന്നു.
ആ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നീട് തിരക്കഥ ഉണ്ടാക്കുകയാണ്. ആസൂത്രിതമായ ഒരു തിരക്കഥയുണ്ടാക്കി ആ തിരക്കഥയുടെ ഭാഗമായി ഇടിമുറിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ആ തിരക്കഥയുടെ ഭാഗമായിട്ട് വാർത്ത കൊടുക്കുന്നു. കേരളത്തിൽ SFIയെ പോലൊരു വിദ്യാർത്ഥി സംഘടന ഇത്രമേലെ സഹനങ്ങളിലൂടെ കടന്നു വന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളാണ് ശക്തമായി നടത്തിയത്. പോലീസ് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷപാതിത്വപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവിടെ ഉണ്ടായ പരസ്പരമായ സംഘർഷത്തിൻ്റെ ഒരു ഘട്ടം ഉണ്ടായപ്പോൾ രണ്ടു കൂട്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഏറ്റവും ശരിയായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ്റും എല്ലാം സ്വീകരിച്ചത്. ആ സ്വീകരിച്ചതിനെയാണ് മുഖ്യമന്ത്രിയെ കോർണർ ചെയ്യുക. മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്തൊരു കാര്യത്തെയും സംരക്ഷിക്കുക എന്ന നിലപാട് കേരളത്തിലെ അന്നത്തെ ഗവൺമെൻറ് അല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ് ഏത് ഘട്ടത്തിലാണെങ്കിലും ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരോട് അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോട് ശരിയല്ലാത്ത നിലപാടിനെ പിന്തുണയ്ക്കുകയോ അതിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന ആളല്ല ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇന്ന് നിയമസഭയിൽ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ശരത്ത്, ഇത് ആസൂത്രിതമായ ശ്രമമാണ്. ആ ശ്രമം എന്നത് ഇടതുപക്ഷ ഗവൺമെന്റിനെ മോശമായി ചിത്രീകരിക്കാനും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗൂഢാലോചന നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിയമസഭയിൽ ഇന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നിലയുണ്ടായത്.